ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിബ്ലിങ്സ് അറ്റ് എൻ സെഡ്. അതായത് ഇന്നത്തെ ഒരു വ്ളോഗാണ് നമ്മുടെ ഒരു യാത്രാ വ്ളോഗ്. അതായത് ഇവിടെ തൊട്ടടുത്ത് വക്കത്താനിന്ന് തൊട്ടടുത്ത് കുറച്ച് ലാവൻഡർ ഒക്കെ വളരുന്ന ഒരു ഗാർഡൻ തോട്ടമുണ്ട്, ഫാമുണ്ട്. സോ അങ്ങോട്ട് പോകുന്ന ഒരു വ്ളോഗ് ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ഇന്നത്തെ ഒരു ട്രിപ്പ്. സോ ട്രിപ്പിൽ നടന്ന സംഭവങ്ങളും വിശേഷ കാഴ്ചകളും നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം. ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് അവരുടെ വീട്. ഇതാരേത് ഇതാരേത് ശ്രീകുട്ടി, ഇതാരേത് ദേവുട്ടി, ദേവുട്ടി ദേവുട്ടി. നമ്മളെവിടെ പോകുന്നു ദേവു? നമ്മളെവിടെ പോവാ? ലാവൻഡർ ഗാർഡനിൽ പോവാണോ? ആഹാ, ലാവൻഡർ ഫ്ലവേഴ്സും ലാവൻഡർ ജ്യൂസും ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്ക് നോക്കാം. ഞങ്ങളെ കൊണ്ടുപോകുന്നില്ലേ? ഞങ്ങള് പറഞ്ഞു തരും അല്ലേ ദേവൂട്ടി? ഞങ്ങള് സൺഫ്ലവർ ഫാം എല്ലാം കണ്ടു. നീ ഉറങ്ങുമായിരുന്നല്ലോ. ഞങ്ങള് പക്ഷെ സൺഫ്ലവർ ഫാം ഒക്കെ കണ്ടല്ലേടി. എന്നാ ഭംഗിയായിരുന്നല്ലേ. ശ്രീകുട്ടി നല്ല ഉറക്കമായിരുന്നു. ഞങ്ങളെ എണിപ്പിച്ചില്ല ശ്രീകുട്ടീനെ. എന്നാ വായോ. നല്ല പൊള്ളുന്നുണ്ട് തല. അങ്ങനെ ഞങ്ങൾ ലാവൻഡർ ഫാമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ലാവൻഡറാണ് ബാക്ക്ഗ്രൗണ്ട്, ഫുള്ള് ലാവൻഡറാണ്. അപ്പോൾ അടിപൊളിയായ ഒരു വ്യൂ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ലാവൻഡർ ഫ്ലവേഴ്സിൽ ഗാർഡനിൽ ലാവൻഡർ ഫ്ലവേഴ്സ് മാത്രമല്ല, കൂടാതെ ഐസ്ക്രീമും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് കാണാം. സോ ബിഫോർ ദാറ്റ്, ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്.
റോസ്മേരി എന്ന് വിചാരിച്ച് കഴിച്ചോണ്ടിരുന്നത് ഇത്രയും ദിവസം എണ്ണ ഇട്ടോണ്ടിരുന്നത് ലാവെൻഡർ ആയിരുന്നു ഗൈസ്. ഇത് വെയിലത്ത് മണമാണ്. അപ്പം ലാവെൻഡറിൽ എല്ലാത്തിലും തേനീച്ചകളുണ്ട്. തേനീച്ചകൾ കണ്ടോ. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലാവെൻഡറിൻ്റെ ഈ ഒരു ഫാക്ടറിയുടെ തൊട്ടടുത്ത്. ഇവിടെ ഐസ്ക്രീമും ഓയിൽ കാൻഡിൽ ഇങ്ങനെ എല്ലാ പരിപാടികളും കിട്ടുന്ന ഒരു ചെറിയൊരു കടയിൽ മുമ്പിലാണ്. സോ ഇനിയിപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഗ്രൗണ്ടിൽ ഇഷ്ടംപോലെ ഫുൾ ലാവെൻഡർ ഫ്ലവേഴ്സിൻ്റെ ഫുള്ളുണ്ട്. സോ അത് കാണാം. അതാണ് സൂപ്പർബ്, കാണേണ്ട സാധനമാണ്. സോ ഇനി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഐസ്ക്രീം കഴിച്ചു. നല്ല ഐസ്ക്രീമായിരുന്നു. ഇനിയിപ്പോൾ ലാവെൻഡർ ഓയിൽ വേണോ? വേണ്ട. അപ്പം നമ്മളിനിയിപ്പം അടുത്തത് ലാവെൻഡറിൻ്റെ ഫുള്ള് ആ ഒരു ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്, ലാവെൻഡർ ഫ്ലവേഴ്സിൻ്റെ. സോ അവിടെ പോയിട്ട് കാണാം. ഓക്കെ. അമ്മ എങ്ങനെയുണ്ട് ലാവെൻഡർ? അമ്മ നാട്ടിൽ നിന്നാണേ. നാട്ടിൽ നിന്ന് എവിടെയാ അമ്മ? നമ്മുടെ വീട് നാട് കേരള, പാലക്കാട്, ഒറ്റപ്പാലം, മനുഷ്യരി. ഒറ്റപ്പാലം പാലക്കാടിൽ നിന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയാണ്, സന്ധ്യയുടെ അമ്മയാണ്. എത്ര ദൂരം നടക്കാൻ വയ്യ. നിൽക്കാൻ പറയും. നിർത്ത്. അമ്മനെ വിളിച്ചോണ്ട് പോകാമല്ലോ. അപ്പം അമ്മ ന്യൂസിലാൻഡ് എങ്ങനെയുണ്ട് അമ്മേ? കിടുവല്ലേ? ആ കിടുല്. കിടു സാധനമാണ്. അപ്പം അടിപൊളിയാണ് ന്യൂസിലാൻഡ്. എല്ലാവരും ന്യൂസിലാൻഡിലോട്ട് പോകുന്നോളൂ കേട്ടോ.
ഇതിൻ്റെ നടുക്കുണ്ടല്ലോ, ഇതിൻ്റെ ആ ഒരു ഫീല് തന്നെ വേറെയാണ്. സോ അടിപൊളി സ്ഥലമാണ്. സോ ഈ സ്ഥലത്തിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും എൻ്റെ യൂട്യൂബിൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. സോ ഈ സ്ഥലം വാഹി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലാണ് ന്യൂസിലാൻഡ്. ഞാനുള്ള വക്കച്ചാനിയിൽ നിന്ന് ഒരു 3 hours ജേർണി ഉണ്ട്. സോ ഇതാണ് ലാവൻഡറിൻ്റെ ചുറ്റുവട്ടത്ത് ഉള്ള ഒരു വ്ളോഗ്. അടിപൊളിയല്ലേ? എൻജോയ് ചെയ്തോ? അടിപൊളി. എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല. ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ്. നല്ലപോലെ തേനീച്ചകളുണ്ട്. ഇപ്പം നല്ല ഈ ഒരു തേനീച്ചകളും നല്ല സ്മെല്ലും. ഓ മൈ ഗുഡ്നെസ്, വണ്ടർഫുൾ, സൂപ്പർബാണ്. യാത്രയായി ഹാമിൽട്ടൺ എത്തി. ഹാമിൽട്ടണിലെ സോൾട്ട് മാംഗോ ട്രീ എന്ന് പറയുന്ന ഒരു മലയാളി റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത യാത്ര.
എന്താണെന്ന് ഒരു പിടിയില്ല. ഗാർഡൻ ആണ്. നോക്കാം, അകത്ത് കയറി കഴിയുമ്പോൾ ഫ്ലവറിൻ്റെ ഗാർഡൻ ആണോ അതെന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഓൾറെഡി വിസിറ്റിംഗ് ഇത് 24 hours ഓപ്പൺ ഉണ്ട്. പക്ഷേ എന്തോ വേറെ പാസ്സൊക്കെ വാങ്ങിച്ചിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് വേറെ എന്തോ പരിപാടിയുണ്ട്, അത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അപ്പം നമുക്ക് കാണാം എന്നൊക്കെയാണ്. പക്ഷേ ഒരു ഇടയ്ക്കൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നോക്കാം. എടി റോട്ടി ഇറങ്ങാതെ വാ. റോസ് ഗാർഡൻ ബാ. ഇതാ എവിടെ എഴുതിയിരിക്കുന്നത്? ചേട്ടായി പോകുന്ന റോസ് ഗാർഡനിലേക്കാ. റോസ് ഗാർഡനിലെത്തി. റോസ് ഗാർഡനിൽ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ട്. അത് വെറൈറ്റി ഫ്ലവേഴ്സാണ്. അപ്പോൾ ഓരോരോ ഫ്ലവേഴ്സിൻ്റെ പേരും അതിൻ്റെ ആ ഒരു ഫ്ലവറും പേരൊക്കെ ഉണ്ട്. സോ നന്നായിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല മണവും ഉണ്ട് റോസിൻ്റെ. ഇതൊക്കെയാണ് റോസ് ഗാർഡൻ ആണ്. പുറകിൽ ഫുള്ള് റോസസ് ആണ്. വെറൈറ്റി റോസുകളുണ്ട്. ഫുള്ള് റോസ്. കാണാൻ നമുക്ക് മൊബൈലിനകത്ത് കാണുമ്പോൾ പിങ്ക് പോലെയുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഒരു വെൽവെട്ട് പിങ്ക് പോലെ, വെൽവെറ്റ് പേർപ്പിൾ പിങ്ക്, ആ ഒരു ഷെയ്ഡിനകത്താണ് ഈ ഫ്ലവർ വരുന്നത്. കണ്ടോ എന്തൊരു ഭംഗിയാന്ന്.
ശരിക്കും റോസസിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. മീൻസ് ഈ ഒരു ഫ്ലവർ ഗാർഡൻ കണ്ടപ്പം ഒരുപാട് ഇത്രയും ഭംഗിയുണ്ടെന്ന്. ഇത് കണ്ടോ, ഇത് മൊട്ട് റോസ്, ഫുള്ള് റെഡാണ്. മൊട്ട് റോസ്, നല്ല ഭംഗിയുള്ള മൊട്ട് റോസസ്. ഇത് നല്ല പക്കാ റെഡ്, നമ്മൾ ഈ വെൽവെട്ട് റെഡ് എന്നൊക്കെ പറയത്തില്ല, ആ പോലത്തെ ഒരു റെഡ് കളറിൽ ഷെയ്ഡ്. പിന്നെ അത് തന്നെ ഒരുപാട് ഗൊഞ്ചലായിട്ട്, ഒരേ കമ്പിലല്ലാണ്ട് ഒരുപാട് ഫുള്ളായിട്ട് വരുന്നതാണ്. ഇതിൽ ഓരോരോ ഫ്ലവേഴ്സിന് ഓരോരോ പേരുണ്ട്. ഇങ്ങനെ ഫ്ലവറായിട്ട് വരുന്നതിന് എന്നാ പേര്, ഇൻ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഈ ഫ്ലവേഴ്സിൻ്റെ പേര്. കൂട്ടത്തോടെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കും. ഇത് കണ്ടോ, ഇത് നല്ല ഒരു ഭംഗിയുള്ള പിങ്ക് ഫ്ലവേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്. ഇതേപോലെ പിങ്ക് കണ്ടിട്ടുണ്ടല്ലോ, പിങ്ക് കണ്ടിട്ടുണ്ട്, ചുമപ്പ് കണ്ടിട്ടുണ്ട്, നമ്മൾ മഞ്ഞയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കളർ കണ്ടിട്ടുണ്ടോ? ഇതൊരു മാതിരി ബ്ലൂ സെപ്റ്റംബർ എന്നാണ് ഇതിൻ്റെ പേരാണ്. ബ്ലൂ സെപ്റ്റംബർ. ഈ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊരു മാതിരി ബ്ലൂ ആണ്. ബ്ലൂ അല്ല, ലാവെൻഡർ കളർ റോസ് ആരെങ്കിലും കണ്ടവരുണ്ടോ? ഇതൊരു പ്രത്യേക ഫ്ലവറായിട്ട് എനിക്ക് തോന്നി ഈ ഒരു കളർ കണ്ടിട്ട്. പിന്നെ ഇതങ്ങോട്ട് ഫുള്ള് റോസ് കണ്ടോ. ഇത് ബെസ്റ്റ് ഹൈബ്രിഡ് ടീ റോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വലിയ റോസാട്ടോ ആവുന്നത്, വലിയ റോസസ്സാണ്, വലിയ ഭംഗിയുള്ള വലിയ റോസസ്സാണ് ഇതിനകത്ത് ഉള്ളത്. സൂപ്പറല്ലേ, അടിപൊളി. അപ്പം ഇതൊക്കെയാണ് റോസ് ഗാർഡനിലെ വിശേഷം. ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് ഒരു 2 ഏക്കറോളം ഉണ്ട്. 2 ഏക്കറോളം ഗാർഡൻ തന്നെയാണെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് ഞാൻ നോക്കിയില്ല. അപ്പോൾ ഇത് ഫുള്ള് റോസ് ഗാർഡൻ. ഇത് കണ്ടോ, ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത കണ്ടോ. ഈ റോസിൽ നടുക്ക് പേർപ്പിൾ കളർ. ഇങ്ങനത്തെ റോസ് കണ്ടിട്ടുണ്ടോ? അടിപൊളി. ഈ ഒരു റോസിൻ്റെ നടുക്ക് പേർപ്പിൾ കളർ. ഇതൊരു പ്രത്യേക കളറാണ്, പ്രത്യേക റോസ് പോലെ തോന്നി. കണ്ടിട്ട് ആർട്ടിഫിഷ്യൽ പോലെ ഉണ്ട്, പക്ഷെ ശരിക്കും ഇത് പേർപ്പിൾ വരുന്നു. ഇതൊരു ലൈറ്റ് ലാവെൻഡർ കളർ. കാണുമ്പോൾ എൻ്റെ മൊബൈലിൽ കൂടെ കാണുമ്പോൾ പിങ്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഇത് ശരിക്കും വെറൈറ്റി കളേഴ്സാണ് എല്ലാം. ഒന്നിൻ്റെ പുറകെ ഒന്ന് സൂപ്പർബായിട്ടുള്ള കളറും ഭയങ്കര ഷെയ്ഡൊക്കെയാണ്. ഓ മൈ ഗുഡ്നസ്, റോസിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു ഗായ്സ്. കണ്ടോ, ഇത് ഫുള്ള് റോസാപ്പൂ ലാ. എന്നാ ഭംഗിയല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് റോസ് ഗാർഡൻ. ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസൊക്കെയാണ്. ഇരിക്കുകയും ചെയ്യാം, ഫോട്ടോ എടുക്കുകയും ചെയ്യാം. കണ്ടാ എന്തൊക്കെ ഫെസിലിറ്റീസാണ്. അപ്പം ഇതൊക്കെയാണ് റോസ് ഗാർഡനിലെ വിശേഷങ്ങൾ. സൂപ്പർ, അടിപൊളി. എന്താ പറയുക, വർണ്ണിക്കാൻ വാക്കുകളില്ല. ആകെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിനൊരു സമാധാനവും കുളിർമയും എന്നൊക്കെ പറയില്ലേ, അത് സാറ്റിസ്ഫൈഡായി. അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് കണ്ടോ, ഓറഞ്ച് കളറിൻ്റെ റോസ്, നല്ല ഭംഗിയുണ്ട്, നല്ല മണമാണ്. റോസ് അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് റോസിൻ്റെ ആ ഒരു മണം ഭയങ്കര സൂപ്പർ, നല്ല ഒരു ഫീലിംഗാണ്.
നാച്ചുറൽ അല്ല, വെള്ളം നെത്തിരിക്കുന്നത്.